ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വളാറ്റൈൽ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. എന്നിരുന്നാലും സ്ലൈറ്റ് വൊളാറ്റിലിറ്റി ഉണ്ട് ഏഷ്യൻ മാർക്കറ്റിൽ. അമേരിക്കൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. അതോടൊപ്പം തന്നെ ടെസ്ല, അതുപോലെ തന്നെ ആപ്പിളൊക്കെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഒപ്പം ബ്രോഡ്കോമും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഈ ആഴ്ചയാണ് US ഫെഡിൻ്റെ 2 ദിവസത്തെ മീറ്റിംഗ്. US ഫെഡിൻ്റെ ഡിസിഷനാണ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് 0.25% നിരക്കിൽ അമേരിക്കയിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് തന്നെയാണ്. അത്തരത്തിലൊരു ഡിസിഷൻ വരികയാണെങ്കിൽ വീണ്ടും അമേരിക്കൻ മാർക്കറ്റുകളെ സംബന്ധിച്ചത് പോസിറ്റീവാണ്. ഒപ്പം മോർഗൻ സ്റ്റാൻലി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ടോപ്പ് പിക്കായിട്ട് ചൂസ് ചെയ്തിരിക്കുന്ന ആപ്പിൾ, അതുപോലെ തന്നെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചൂസ് ചെയ്തിരിക്കുന്ന ആമസോൺ, NVIDIA ടെക്നോളജി സ്റ്റോക്കുകളെ തന്നെയാണ് 2025. അതുകൊണ്ട് തന്നെ പൊതുവേ ഈ സ്റ്റോക്കുകളിലൊക്കെ വീണ്ടും ബൈങ് കാണാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മൾ കമോഡിറ്റി സെഗ്മെൻറ്റൊക്കെ നോക്കുകയാണെങ്കിൽ കമോഡിറ്റികൾ, ഗോൾഡ് ഇന്ന് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ട്രേഡിംഗ് ആണ്. മറ്റെല്ലാ കമോഡിറ്റികളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ വെള്ളിയാഴ്ചയിലത്തെ ഇന്ത്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഹൈലി വോളറ്റൈൽ ഡേ ആയിരുന്നു, ബെറ്റർ ക്ലോസിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും അത്തരത്തിലുള്ള വൊളാറ്റിലിറ്റിയൊക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് എല്ലാം അതാത് സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അഡ്വാൻസ് ടാക്സ് ഫിഗർ, 3ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഡീറ്റെയിൽസൊക്കെ ഇന്ന് മുതൽ വന്നു തുടങ്ങും. അതിനനുസരിച്ചിട്ടുള്ളൊരു ഇമ്പാക്റ്റൊക്കെ നമുക്ക് അതാത് സ്റ്റോക്കുകളിൽ കാണാനായിട്ട് സാധിക്കും. ഒപ്പം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ വേദാന്ത ലിമിറ്റഡ് എന്ന് 4ാമത്തെ ഇൻ്ററിം ഡിവിഡൻഡ് അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. വേദാന്തനെ സംബന്ധിച്ച് ഓൾറെഡി 35 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഡിവിഡൻഡും കൂടി വരികയാണ്. വീണ്ടും Q4 എൻഡ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ Q3 റിസൾട്ട് വന്നതിന് ശേഷം വീണ്ടും ഒരു പക്ഷേ ഇൻ്ററിം ഡിവിഡൻഡൊക്കെ അനൗൺസ് ചെയ്തേക്കാം. മാർച്ചോട് കൂടിയിട്ട് ഡിമർജർ പ്രോസസ്സും ഒരു പക്ഷേ കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അപ്പോൾ വേദാന്ത പൊതുവെ പോസിറ്റീവാണ്. ഹിന്ദുസ്ഥാൻ സിങ്കും ഇത്തരത്തിൽ ഡിസിഷൻ എടുത്തേക്കാം. ഇൻ്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ NBCC പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. 1 ലക്ഷം കോടിയുടെ ഓർഡറാണ് ഈ ഇയറിൻ്റെ ആകുമ്പോഴേക്കും NBCC ടാർഗറ്റ് ചെയ്യുന്നത്. NBCCനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ JSPL കപ്പാസിറ്റി ഓൾമോസ്റ്റ് ഡബിൾ ചെയ്യാൻ പോവാണ്. 2026 ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് JSPLനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ്, ഡിക്സൺ കണ്ടിന്യൂസ് ആയിട്ട് ധാരാളം ജോയിൻറ്റ് വെഞ്ചറുകൾ ഫോം ചെയ്യുന്ന കമ്പനിയാണ്. നല്ല സൂപ്പർലേറ്റീവ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഡിക്സൺ വീണ്ടും വിവോ ചൈനീസ് കമ്പനി ആയിട്ട് ടൈപ്പിൽ എത്തിയിരിക്കുകയാണ്. 5149 JV ആണ്, 51% ഡിക്സൺ ആണ് അതിൽ ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. വിവോ സ്മാർട്ട് ഫോണുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കാനാണ്. ധാരാളം കമ്പനികൾ ഡിക്സനായിട്ട് സ്മാർട്ട് ഫോൺ റിലേറ്റഡ് മാനുഫാക്ചറിങ് രംഗത്ത് ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ന്യൂസ് ഡിക്സനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ മിതാനി പുതിയ ഒരു അലോയ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള അലോയ് ആണ്. ഒരു PSU കമ്പനിയാണ്. നമ്മുടെ തന്നെ ടോപ്പ് പിക്കുകളിലൊന്ന് തന്നെയാണ്. നമ്മുടെ ദീപാവലി പിക്കുകളിലൊന്ന് തന്നെയാണ്. ലോങ് റണ്ണിൽ ഈ PSU സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചർ 1007 കോടി രൂപ റെയിൽവേ ഓർഡേഴ്സ് ബാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള മറ്റൊരു കമ്പനി കെയ്ൻസ് ടെക്നോളജിയാണ്. സ്മാർട്ട് മീറ്റർ രംഗത്ത്, അതുപോലെ തന്നെ സെമി കണ്ടക്ടർ രംഗത്ത്, കവച് ഇംപ്ലിമെൻറ്റേഷനിലൊക്കെ വലിയ രീതിയിൽ ഈ കമ്പനി ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അക്വിസിഷനും നടത്തിയിട്ടുണ്ട്. കെയ്ൻസ് ടെക്നോളജിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഗോദാവരി പവർ ആൻഡ് ഡിസ്പാച്ച് കപ്പാസിറ്റി എക്സ്പാൻഷൻ വരെയാണ്. റിലേറ്റഡ് ആയിട്ടുള്ള പല സെഗ്മെൻറ്റിലും ഗോദാവരി പവർ ആൻഡ് ഡിസ്പാച്ചിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് ബയോകോൺ, അറമിന്ദോ ഫാർമ, ലൂപ്പിനൊക്കെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണ്. ഒരുപക്ഷെ പോസിറ്റീവ് റിയാക്ഷൻ
കറക്ഷൻ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. HBL പവർ സിസ്റ്റംസ് നമ്മുടെ തന്നെ റെക്കമെൻഡ് സ്റ്റോക്ക് ആയിരുന്നു. 1522.4 കോടി രൂപ വരെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. കവച് ഇംപ്ലിമെൻറ്റേഷൻ ആണ്, റെയിൽവേ ഓർഡറാണ്, 1 വർഷത്തിനുള്ളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട പ്രൊജക്റ്റാണ്. തീർച്ചയായിട്ടും പോസിറ്റീവാണ്. അതുപോലെ തന്നെ റൈറ്റ്സ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിന്ന് 297.67 കോടി രൂപ വരെ പ്രോജക്റ്റ് ബാക്ക് ചെയ്തിട്ടുണ്ട്. റെയിൽവേ സ്റ്റോക്കുകൾ പൊതുവെ റിക്കവറി മോഡിലാണ്. റെയിൽവേ എക്സ്പാൻഷൻ, വന്ദേ ഭാരത് സ്ലീപ്പർ, അതുപോലെ തന്നെ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് റെയിൽവേ റിലേറ്റഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, ജൂപ്പിറ്റർ വാഗൻസ്, ടെക്സ്മാക്കോ റെയിൽ ആണെങ്കിൽ ഒരു ഡീമർജർ പ്രോസസ്സും ഉള്ളൊരു കമ്പനിയാണ്. RK ഫോർജിങ്സ്, BEML ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണാനുള്ള ചാൻസസ് ഉണ്ട്. നൈബ് ലിമിറ്റഡ് നമ്മുടെ തന്നെ ഒരു സജസ്റ്റഡ് സ്റ്റോക്കായിരുന്നു. നൈബ് ലിമിറ്റഡും പ്രീമിയർ എക്സ്പ്ലോസീവ് ആയിട്ട് ഒരു ടൈപ്പ് വന്നിരിക്കുകയാണ്. എയറോസ്പേസ് ഡിഫൻസ് രംഗത്തേക്കുള്ള പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യാനാണ്. നൈബ് ലിമിറ്റിനെ സംബന്ധിച്ചും പ്രീമിയർ എക്സ്പ്ലോസീവിനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ജി പവർ 18.3 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. സംവർദ്ധൻ മദർസൺ സുമി വീണ്ടും ഒരു ബ്രസീലിയൻ കമ്പനി അക്വയർ ചെയ്തിരിക്കുകയാണ്. ഒപ്പം ഹാപ്പി ഫോർജിങ്സ് 140 കോടി രൂപ വരെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ജെനസ് പവർ ഇൻഫ്ര സ്മാർട്ട് മീറ്റർ രംഗത്തുള്ളൊരു കമ്പനിയാണ്. പുതിയ പ്ലാന്റിലെ കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. ആസാമിലുള്ള പ്ലാന്റാണ്. പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ്. HG ഇൻഫ്ര 862 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നസാര ടെക്നോളജിയുടെ സബ്സിഡിയറി പുതിയൊരു ഗെയിമിംഗ് കമ്പനിയിൽ, ട്രിനിറ്റി ഗെയിമിംഗ് കമ്പനിയിൽ 100% സ്റ്റേക്ക് അക്വയർ ചെയ്തിരിക്കുകയാണ്. ധാരാളം അക്വിസിഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് നസാര ടെക്നോളജി. ഡിജിറ്റൽ ഗെയിമിംഗ് രംഗത്തുള്ള കമ്പനിയാണ്. പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് ധാരാളം വന്നുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റോക്കും നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. അതോടൊപ്പം തന്നെ ടാറ്റ കമ്മ്യൂണിക്കേഷൻസും ഗെയിമിംഗ് രംഗത്തേക്ക് കടക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ഇത് ടാറ്റ കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. സ്കൈ ഗോൾഡ് ഇന്ന് മുതൽ ബോണസ് ആണ്. 9:1 ആയിരുന്നു ബോണസ് അനൗൺസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ 2 മാസത്തിനുള്ളിൽ ലാബ് ഗ്രോൺ ഡയമണ്ട് സെഗ്മെന്റിലേക്കും കടക്കുകയാണ്. ഇവരുടെ മേജർ ക്ലയൻറ്റുകൾ കല്യാൺ ജുവലേഴ്സ്, അതുപോലെയുള്ള വലിയ ജുവലറി ഔട്ട്ലെറ്റുള്ള കമ്പനികൾക്കാണ് ഇവർ സാധാരണ രീതിയിൽ ഗോൾഡ് ഓർണമെൻറ്റ്സും മറ്റൊക്കെ സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്കൈ ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ഉള്ള ഒരു ന്യൂസാണ്. 63 മൂൺ ടെക്നോളജീസ് നമ്മുടെ തന്നെ സ്ട്രോങ് പിക്കുകളെന്നായിരുന്നു. 1950 കോടി രൂപയുടെ 1 ടൈം സെറ്റിൽമെൻറ്റ്, അതായത് നാഷണൽ സ്പോട്ട് എക്സ്ചേഞ്ച് റിലേറ്റഡ് സെറ്റിൽമെൻ്റ് ആണ്. 63 മൂണിനെ സംബന്ധിച്ച് ഈ ന്യൂസ് വളരെ പോസിറ്റീവാണ്. ഇനി നമ്മൾ NSE SME IPOs അതുപോലെ തന്നെ BSE SME IPOs ഒക്കെ നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഓപ്പൺ ആയിട്ടുള്ള ഇന്റർനാഷണൽ ജെമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മെയിൻ ബോർഡ് IPO ആണ്. അപ്ലൈ ആവുന്നതാണ്. ലിസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. അതോടൊപ്പം തന്നെ BSE SMEയിൽ 18-ാം തീയതി ഓപ്പൺ ചെയ്യുന്ന NSE SMEയിൽ 18-ാം തീയതി ഓപ്പൺ ചെയ്യുന്ന ഒരു IPO ഉണ്ട്. ഐഡൻറ്റിക്കൽ ബ്രെയിൻസ് സ്റ്റുഡിയോസ് ആണ്. ഡിജിറ്റൽ സർവീസസ് രംഗത്തുള്ളൊരു കമ്പനിയാണ്. മൈനർ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. അതോടൊപ്പം തന്നെ BSEയിൽ മറ്റൊരു കമ്പനിയാണ് നാസ്ഡാക്ക് ഇൻഫ്രാസ്ട്രക്ചറാണ്. 35 രൂപയാണ് ഇഷ്യൂ പ്രൈസ് വരുന്നത്. ലോട്ട് 4000 ആണ്. 17-ാം തീയതി ഓപ്പൺ ചെയ്യും, 19-ാം തീയതി എൻഡ് ചെയ്യും. അപ്പോൾ ഈ SME IPOസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന റിസ്ക് എടുക്കുന്ന SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ IPOയിൽ അപ്ലൈ ചെയ്യുന്ന നന്നായിരിക്കും. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു മെയിൻ ബോർഡ് IPO വരുന്നുണ്ട്. ഈ IPO മമത മെഷീനറിയാണ്. വളരെ പ്രോമിനൻ്റ് ആയിട്ടൊരു കമ്പനിയാണ്. 243 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് ഇഷ്യൂ പ്രൈസ് വരാൻ പോകുന്നത്. പാക്കേജിങ് മെഷീനറികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. 75 രാജ്യങ്ങളിൽ ഇവർക്ക് പ്രസൻസ് ഉണ്ട്. 2 മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഇന്ത്യയിലും 1 മാനുഫാക്ചറിങ് യൂണിറ്റ് US-ലാണ്. അപ്പോൾ ഈ മെയിൻ ബോർഡ് IPOയിൽ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു മെയിൻ ബോർഡ് IPO ആണ്. അതോടൊപ്പം തന്നെ മറ്റൊരു റെയിൽവേ റിലേറ്റഡ് IPO കൂടി ഈ ആഴ്ച ഓപ്പൺ ചെയ്യുന്നുണ്ട്. ട്രാൻസ് റെയിൽ ലൈറ്റിംഗ് ലിമിറ്റഡ് ആണ്. ഈ കമ്പനി വളരെ ഓൾഡ് കമ്പനിയാണ്. ഓവർസീസ് ഓർഡേഴ്സും ഡൊമസ്റ്റിക് ഓർഡേഴ്സുള്ളൊരു കമ്പനിയാണ്. ഇഷ്യൂ പ്രൈസ് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ ഇഷ്യൂ പ്രൈസ് അനൗൺസ് ചെയ്യും. ഈ കമ്പനിയിലും അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. മെയിൻ ബോർഡ് IPO ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് മാർക്കറ്റിൽ നൽകാൻ പോകുന്നത്. പക്ഷേ ഗ്ലോബൽ വോളാറ്റിലിറ്റി തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ അഡ്വാൻസ് ടാക്സ് ഫിഗേഴ്സും മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. ഒപ്പം നമ്മൾ Q3 അവസാനത്തെ മാസമാണ്. അതുകൊണ്ട് തന്നെ Q3 റിസൾട്ടുകൾ ജനുവരി
സെക്കൻഡ് വീക്ക് തൊട്ട് വന്നു തുടങ്ങും. അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. ഒപ്പം ഫെബ്രുവരി 1 ബഡ്ജറ്റ് റിലേറ്റഡ് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് പൊതുവെ പോസിറ്റീവ് ടെറിട്ടറിയിൽ തന്നെയാണ്. അടുത്ത ദിവസങ്ങളിൽ മിക്കവാറും നിഫ്റ്റി 25,000 ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ മാർക്കറ്റിൽ ധാരാളം കണ്ടേക്കാം, വോളാറ്റിലിറ്റി കണ്ടേക്കാം. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ വാങ്ങാനുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.